നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് ആദർശ് മുംബൈക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് പൂജകളും കാര്യങ്ങളും ഒക്കെ വീട്ടില് അതിഗംഭീരമായിട്ട് നടക്കുവാണ്. അങ്ങനെ പൂജകളെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശന് ആദർശനെ മുറിയിലേക്ക് വിളിപ്പിക്കുകയാണ്. അങ്ങനെ ആദർശ് മുറിയിലേക്ക് ചെന്നു. ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു, അറിയാലോ, നീ പോകുന്ന ദൗത്യം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ളൊരു കാര്യമല്ല. അവിടെ നിനക്ക് ജയിക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ദിവസം ചെല്ലുമ്പം തുടങ്ങി പ്രാധാന്യമുള്ളതാണ്. കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞു വേണം ചെയ്യാനായിട്ട്. നമുക്ക് ഒരു ഭാഗത്തും ഒരു പാകപ്പഴേ ഉണ്ടായിക്കൂടാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദർശോട്, എനിക്കറിയാം മുത്തശ്ശാന്ന് പറയാണ്. കാരണം ഞാൻ നിന്നെ ഇത്രമാത്രം ഉപദേശിക്കുന്ന എന്താന്ന് വെച്ചാല് നമ്മൾ ഇതിനു മുമ്പ് കണ്ട കാര്യങ്ങൾ പോലെയല്ല ഇത്തവണ. അറിയാലോ, ശത്രുക്കൾ കൂടുതലാണ്. അതുകൊണ്ട് അവരോട് പോരടിക്കുമ്പോൾ ആ രീതിക്ക് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഒരിടത്തും നമുക്ക് തോൽവി സംഭവിച്ചുകൂടാ. ഇത്തവണ നമുക്ക് തോൽവി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് കുറെ അധികം താഴേക്ക് വരും. മൂർത്തി ജ്വല്ലറിയുടെ അത് നമ്മളെ സാരമായിട്ട് ബാധിക്കുക തന്നെ ചെയ്യും. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കാന്ന് പറയാണ്. മുത്തശ്ശൻ പറഞ്ഞു, എന്നെക്കാളും കഴിവുള്ളവനാണ് നീ എന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് നിനക്ക് കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ടതില്ല. എന്നാലും അതല്ലല്ലോ മോനെ. കാരണം ഇന്ന് വരെ നമുക്ക് അങ്ങനെ അധികം പരാജയങ്ങളും കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ട് എവിടെയോ ഒരു ശത്രു മറിഞ്ഞിരിക്കുന്നുണ്ട്. അയാളാണ്. അതുകൊണ്ട് ആ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശന് ഒരു ഉപദേശം തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുവാണ് ആദർശനെ. പിന്നീട് ആദർശ് മുറിയിലേക്ക് വന്നു. ഈ സമയത്ത് നയന് പറഞ്ഞു, ആദർശേട്ടൻ ധൈര്യമായിട്ട് പോയിക്കോ, ഉറപ്പായിട്ടും നമുക്ക് ഈ ഡീല് കിട്ടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, മുത്തശ്ശന് നല്ല ടെൻഷനുണ്ട്, അതിനേക്കാളും കൂടുതൽ ടെൻഷൻ എനിക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന് പറഞ്ഞു, എനിക്കറിയാം ആദർശേട്ടന് ഇത്ര ടെൻഷൻ അടിച്ച് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ഒരു പക്ഷേങ്കില് ഈ ഡീല് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പേരിൽ ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. MD സ്ഥാനം തന്നെ തെറിപ്പിച്ച് കളയാനായിട്ട് ഇവിടെയുള്ള പലരും ശ്രമിക്കും. അത് കേട്ടപ്പം നയന് പറഞ്ഞു, എനിക്കറിയാം ആദർശേട്ടാ, ഇതിന്റെ പേരിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ വെറുതെ അല്ലല്ലോ. ഉറപ്പായിട്ടും ഈ ഡീല് നമുക്ക് തന്നെ കിട്ടും. പിന്നെ ആദർശേട്ടൻ പറയുന്ന പോലെ ഒരു പക്ഷെ മറിഞ്ഞിരിക്കുന്ന ശത്രു ഇതോടുകൂടി വെളിച്ചത്ത് വരുകയും ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞു. ഈ സമയത്ത് അവന്തിക അങ്ങോട്ടേക്ക് വരുന്നത്. അവന്തിക വന്ന് ആദർശിന് ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. ആദർശേട്ട നന്നായിട്ട് പെർഫോം ചെയ്തിട്ട് വരാൻ പറയാണ്. അങ്ങനെ ആദർശിന് വിഷയൊക്കെ ചെയ്തിട്ട് അവന്തിക അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നയന പറഞ്ഞു, അവൾക്ക് വന്ന മാറ്റം നിസ്സാരമല്ല, കണ്ടില്ലേ? നേരത്തെ ആണെങ്കിലോ അബിയുടെ അപ്പച്ചിയുടെ കൂടെ ചേർന്നിട്ട് അവൾ നമ്മൾക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പൊ അവൾക്ക് പോലും മാറ്റം വന്നു തുടങ്ങി. എന്നിട്ടോ നമ്മള് തകർന്ന് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന രണ്ടുപേരാ ഇവിടെ ഉള്ളത്. അത് കേട്ടുകഴിഞ്ഞപ്പോ ആദർശ് പറഞ്ഞു, അതിനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചിലപ്പോ ഇന്ന് പൂജയുടെ സമയത്ത് അവരുടെ ഉള്ളിലെ പ്രാർത്ഥന അത് തന്നെയായിരിക്കണം, ഞാൻ തോറ്റു പോണേന്നുള്ളേ. അത് കേട്ടപ്പോ നയന് പറഞ്ഞു, അവരുടെ പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കാൻ പോകുന്നില്ല ആദർശേട്ടാ. ആദർശേട്ടൻ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നീട് ആദർശം അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങുവാണ്. ഈ സമയത്ത് എല്ലാവരുടെയും അനുഗ്രഹം മേടിച്ചിട്ട് ഇറങ്ങുന്നത് മുത്തശ്ശനെ മുത്തശ്ശിയുടെ ഒക്കെ. മുത്തശ്ശൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ, എപ്പോഴും ഒരു ശത്രു നമ്മുടെ പിന്നിലുണ്ടെന്നുള്ള രീതി വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിടുവാണ്. ആദർശം അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ജലജ മുറിയിലേക്ക് വന്നു. ആ സമയത്താണ് അബിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അബി വന്നിട്ട് ജലജയോട് പറഞ്ഞു, എൻ്റെ അമ്മേ, ഈ തവണ അവന് ഉറപ്പായിട്ടും ജയിക്കില്ല, അവൻ തോറ്റു പിന്മാറത്തോളെന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, നിന്റെ നാക്കൊന്നെടുത്ത് വളയ്ക്കാതിരിക്കാവോ? ഈ തവണ അവൻ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന്റെ MD സ്ഥാനം പോകുന്നു പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം അബി പറഞ്ഞു, അതിനു വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. എന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ ചേട്ടനും അനിയനും കൂടെ ചേർന്നിട്ട്. മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണമായി പോണം അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുകയാണ്. ഈ ഡീല് പോവുകയാണെങ്കിൽ മൂർത്തി ജ്വല്ലറി ഉറപ്പായിട്ടും തകർച്ചയുടെ വക്കിലേക്ക് പോകും. കാരണം ഇത്രയും നാളും ഉയർത്തി കെട്ടിക്കൊണ്ട് വന്ന ആ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ജ്വല്ലറിയുടേതായ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ തകർന്നു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ തന്നെ നവ്യ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോ, ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയപ്പോ തന്നെ ആ മൂർത്തി ജ്വല്ലറിയുടെ ഗ്രാഫ് അതൊക്കെ താഴാനായിട്ട് തുടങ്ങിയതാണ്. അപ്പൊ ഇതും കൂടെ ആകുമ്പോൾ പൂർത്തിയാവും എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ. ആ സമയത്ത് അവന്തിക നാഗേന്ദ്രനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ നാഗേന്ദ്രനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് അവന്തിക പറഞ്ഞു, ദേച്ചാ, അവിടെ വലിയ പൂജകളും കാര്യങ്ങളൊക്കെയാണ് നടത്തിയത്, അറിയാലോ, ആദർശ് ജയിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പം നാഗേന്ദ്രൻ പറഞ്ഞു, അവര് നടത്തിയ പൂജയുടെ കണക്കുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറയണേ. അച്ഛൻ്റെ കയ്യിൽ അതുകൊണ്ടോ? അച്ഛൻ അതൊക്കെ സൂക്ഷിച്ചു വെച്ചേക്കണം. പിന്നല്ലാതെ എന്നല്ലേ നമുക്ക് മറു പൂജ ചെയ്ത് അവരെ തോൽപ്പിക്കാൻ സാധിക്കുള്ളൂ മോളെ. ഇത്തവണ ജയിക്കാനായിട്ട് പോകുന്നില്ല. അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആദർശ് തോറ്റായിരിക്കും അവിടുന്ന് തിരിച്ച് വരുന്നേ. ആ മൂർത്തിയുടെ കണ്ണടയുന്നതിന് മുമ്പ് മൂർത്തി ഒരു കാര്യം കാണണം.
അനന്തമൂർത്തിയുടെ പതനം, അതായത് മൂർത്തി ജ്വല്ലറിയുടെ മൊത്തത്തിലുള്ള പതനം, അതായിരിക്കും ഞാൻ ലക്ഷ്യം വെക്കണേന്ന് പറയാണ്. അത് കേട്ടിഞ്ഞപ്പോ അവന്തിക പറഞ്ഞു, അച്ഛ അതൊക്കെ നടക്കുന്ന കാര്യമാണോ? നടക്കുമെന്നോ? നിനക്കെന്താ മോളെ ഒരാത്മവിശ്വാസം ഇല്ലാത്ത പോലെ? അല്ല, അതത്ര എളുപ്പമൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. എളുപ്പമൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. അതിന് വേണ്ടിയിട്ടാണല്ലോ ഇത്രയും കാലം ഞാൻ മറിഞ്ഞിരുന്നേ. അതിന് വേണ്ടുന്ന കരുക്കളൊക്കെ നീക്കിക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. മൂർത്തി ബുദ്ധിയുള്ളവനാണ്. അയാൾക്കറിയാം ഈ AN ജ്വല്ലറിയുടെ പിന്നിൽ ഒരു ശത്രു മറിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. അതേ കാലം നമുക്കിങ്ങനെ ഒളിച്ച് കളിക്കാനായിട്ട് പറ്റില്ല. പുറത്ത് വന്നേ മതിയാവുള്ളൂ. അവധി പറഞ്ഞു, അപ്പൊ എന്റെ കള്ളത്തരം പിടിക്കില്ലേ? മോളിങ്ങനെ തന്നെ തൽക്കാലത്തേക്ക് പോവും. അതിനുശേഷം എന്ത് വേണമെന്ന് ഞാൻ പറയാം. ഇപ്പോഴെന്താളും മോളെ ആർക്കും സംശയമൊന്നുമില്ല. എന്നെ ഒരു സംശയമില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞുതരാം. മോൾ അതുപോലെ തന്നെ പ്രവർത്തിച്ചാൽ മതി. നിന്റെ അമ്മയോടും അബിയോടും ഒന്നും ഇപ്പൊ ഈ കാര്യം പറയണ്ടെന്ന് പറഞ്ഞ് അവർക്ക് അങ്ങനെ മനസ്സിലൊന്നും ഇരിക്കില്ല. ചിലപ്പോൾ ആ ഒരു സന്തോഷം പുറത്ത് പ്രകടിപ്പിച്ചെന്നിരിക്കും. അത് അപകടമാണെന്ന് പറയണം. പിന്നീട് അബി അനാമികയെ വിളിക്കുകയാണ്. അനാമികയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. ആദർശ് മുംബൈക്ക് പോയ കാര്യങ്ങളൊക്കെ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനാമിക പറഞ്ഞു, എന്താണേലും ഈ തവണ അവൻ തകർന്ന് തരിപ്പണമാണ്. അങ്ങനെയാണെങ്കിലോ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാനായിട്ട് പറ്റുള്ളൂ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അബി പറഞ്ഞു, പ്രാർത്ഥിച്ചോ അനാമികയെ, എങ്ങനെയെങ്കിലും എന്തേലും ഒരു വഴിയുണ്ടെങ്കിൽ അവൻ തോറ്റു തുന്നം പാടി വേണം തിരികെ വരാനായിട്ട്. ഒരു കാരണവശാലും അവൻ ഈ ഡീല് കിട്ടാനായിട്ട് പാടില്ല. ഈ ഡീൽ അവൻ പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പിന്നെ അവൻ ഒന്നുകൂടെ നേട്ടമായിരിക്കും. പിന്നെ അവനെ പെട്ടെന്നൊന്നും താർക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അനാമിക പറഞ്ഞു, എങ്ങനെയെങ്കിലും ഈ ഡീല് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ അവൻ ജയിലില്ലാന്നോർത്ത് സന്തോഷിച്ചിരിക്കുമായിരുന്നല്ലോ. അപ്പോഴല്ലേ ഇടുത്തി പോലെ അവൻ തിരികെ വന്നത്. അത് കേട്ട അബി പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചാ. ഇപ്പൊ എന്റെ അമ്മയുടെ ഒക്കെ ഇവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാവോ? വളരെ പരിതാപമായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ. അതിനൊരു അറുതി വരണമെങ്കിൽ അനന്തപുരിക്കാർ അപ്പാടെ തകരണമെന്ന് പറഞ്ഞു. അനാമി പറഞ്ഞു, അതിനുവേണ്ടി ഞാനും പ്രാർത്ഥനയും വഴിപാടുകളും നടത്തുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെ തന്നെയാന്ന് പറഞ്ഞു. അബിക്ക് ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും തകർന്നു പോകണം. അങ്ങനെ തകർന്നാൽ മാത്രമേ തങ്ങൾക്കൊരു പിടിച്ചുവെപ്പുണ്ടാകുന്നുള്ള കാര്യം അബിക്കും അറിയായിരുന്നു. ആദർശ് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേവേനി നയനയുടെ അടുത്തേക്ക് വന്നു. അപ്പം നയനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ദേവേനി പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, ഈ സമയത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ മോൻ എന്താണെങ്കിലും വിജയിച്ചേ വരുള്ളൂ. എനിക്കറിയാം, അവനെ പോയടത്തൊക്കെ ഇന്നുവരെ വിജയിച്ചേ വന്നിട്ടുള്ളൂ. നയന പറഞ്ഞു, അതൊക്കെ എനിക്കറിയാമേ, എന്നാലും മനസ്സിലൊരു വിഷമമുണ്ടെന്ന് പറയണ. സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, നീ ധൈര്യമായിട്ടിരിക്ക. നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയണ. നമ്മൾ ചെയ്ത പൂജകളും വഴിപാടുകളും ഒന്നും വെറുതെ ആകത്തില്ല. ഉറപ്പായിട്ടും ഈ ഡീല് നമുക്ക് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ നല്ല ആത്മവിശ്വാസം തന്നെയായിരുന്നു. ഇത്തരം പ്രാർത്ഥന വഴിപാടുകളൊക്കെ നടത്തിയതല്ലേ. പോരാത്തന് ആദർശം നല്ല കഴിവുള്ളവനുമാണല്ലോ. പിന്നീട് അനി നന്ദുവിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്ന് സംസാരിക്കണ സമയത്ത് നന്ദുവിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. ആ സമയത്ത് നന്ദു പറഞ്ഞു, അനി ഇവിടെ എങ്ങാനും തോറ്റു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അതിനകത്തൊന്നൊന്ന് കരകയറാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടല്ലേന്ന് ചോദിച്ചു. അതെ, ആ കാര്യത്തിൽ എനിക്കൊരു പേടി. ആദർശേട്ടൻ തകർന്നു പോകും. ആദർശേട്ടൻ മാത്രമല്ല, മുത്തശ്ശനും ഞാനും ഒക്കെ. ഇപ്പം ഞങ്ങള് തകർന്നു പോകണമെന്ന് വിചാരിച്ചിരിക്കുന്ന 2-3 പേരേ ഉള്ളൂ. നിന്റെ ചേച്ചി നബി ഉൾപ്പെടെ. അബി അപ്പച്ചയൊക്കെ അങ്ങനെ തന്നെ ചിന്തിക്കുന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം അനി, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കേട്ടതും അനി പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ശത്രു ആരാന്ന് മാത്രം ഇതായിട്ട് മനസ്സിലായിട്ടില്ല. ഒരു നല്ല ശത്രു ഇതിന്റെ പുറയിലുണ്ടെന്ന് അറിയാന്ന് പറയണം. നന്ദു പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് അനിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആദർശ് പോയി കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശ് മുംബൈയിൽ എത്തിക്കഴിയുമ്പോൾ നയനയെ വിളിക്കുന്നുണ്ട്. നയനെ വിളിച്ചാലും നയന കുറെ ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ആദർശിന്. എങ്ങനെയെങ്കിലും ഈ ഡീല് പിടിച്ചെടുക്കണം, ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ AN ജ്വല്ലറിക്കാർ വെറുതെ ഇരിക്കുവോ? നാഗേന്ദ്രനും ഇതിനു വേണ്ടിയിട്ടല്ലേ തക്കം പാർത്തിരിക്കുന്നേ. എങ്ങനെയെങ്കിലും മൂർത്തി ജ്വല്ലറെ തകർക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ആര് ജയിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. ആദർശിന്റെ കഴിവാണോ അതോ ഇനിയിപ്പം നാഗേന്ദ്രന്റെ തന്ത്രങ്ങളാണോ വിജയിക്കണേന്ന്. അങ്ങനെ തകർന്നു പോയാലും മൂർത്തി മുത്തശ്ശൻ അങ്ങനെ പെട്ടെന്ന് പിടികൊടുക്കാൻ തയ്യാറാകത്തില്ല. കാരണം മുത്തശ്ശന് നേരെ നേരെ പോന്നുള്ള സ്വഭാവക്കാരനാണ്. പോരാത്തന് ജ്വല്ലറിയുമായിട്ട് നല്ല പാരമ്പര്യം ഉണ്ട് താനും. ജ്വല്ലറി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഈ പറയുന്ന നാഗേന്ദ്രന് അത്രയ്ക്കൊന്നും ഇല്ല. അയാള് ഊടായ്പ തന്ത്രത്തിലൂടെയാണ് ഇനി ഇത്രയും വരെ പെട്ടെന്ന് തന്നെ എത്തിയത്. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇത്രയും വരെ ഉയർച്ചയിലൊന്നും എത്തത്തില്ലല്ലോ. എന്താണെങ്കിലും ആരാ വിജയിക്കണമെന്ന് നമുക്ക് കണ്ടറിഞ്ഞ് കാണാം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.